وتسليم وأزكى تحياتي على المصطفى المختار. മധ്യകേരളത്തിൽ പെരിയാറിൻ്റെ തീരത്ത് ആലുവക്കടുത്തുള്ള മുടിക്കലാണ് കണിയാപുരം അബ്ദുറസാഖ് വലിയുള്ളാഹിൻ്റെയും ആലുവായി അബൂബക്കർ മുസ്ലിയാരുടെയും കബറിടമുള്ളത്. അതിനടുത്തുള്ള ഒരു സ്ഥലമാണ് വല്ലം. അവിടെയും മഹാന്മാരായ ചിലർ കബറടങ്ങിയിട്ടുണ്ട്. പെരുമ്പാവൂർ റോട്ടിലാണ് സൗത്ത് വല്ലം എന്ന സ്ഥലം ഉള്ളത്. ഈ കാണുന്നത് വല്ലം മൂത്ത എന്ന് പറയുന്ന ഒരു മഹാൻ്റെ കബറിടമാണ്. പുരാതനമായ ഈ കബറിടം ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അവിടുത്തെ പുരാതന മസ്ജിദ് ഈയിടെ പുതുക്കി പണിതിട്ടുണ്ട്. പാരമ്പര്യ ശൈലിയിൽ നിന്നും മാറി വിദേശങ്ങളിലുള്ള മനോഹരമായ ഒരു ഘടനയിലാണ് പുതിയ മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത്. പഴയ മസ്ജിദ് പൊളിച്ചു കളഞ്ഞിട്ടില്ല. അത് നിലനിർത്തിക്കൊണ്ടാണ് പുതിയ വളരെ വിശാലമായിട്ടുള്ള പള്ളി പണിതിട്ടുള്ളത്. ഇത് പഴയ പള്ളിയുടെ ഗേറ്റാണ്. ഇപ്പോൾ ഈ ഗേറ്റ് ഇല്ല. പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം മനോഹരമായ ഒരു കാലിഗ്രാഫി നമ്മെ സ്വാഗതം ചെയ്യുന്നു. പഴമയുടെ ബാക്കിപത്രമായി കരിങ്കല്ലിൽ തീർത്ത ഒരു കൽത്തൊട്ടി ഓതു കൊടുക്കാനായി നമുക്ക് കാണാം. വുദൂവിന് വേണ്ടിയുള്ള ഈ ഇരിപ്പിടങ്ങൾ വെണ്ണക്കല്ലിൽ തീർത്തതാണ്. തുടർന്ന് കാണുന്നത് പഴയ പള്ളിയുടെ ഉൾഭാഗമാണ്. ആ ഭാഗമൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഭൂതകാലത്തെപ്പറ്റി അറിയാൻ ഇത്തരം ശേഷിപ്പുകൾ ആവശ്യമാണ്. പക്ഷേ പലരും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ പൊളിച്ചു കളയുന്നതാണ് അനുഭവത്തിൽ കാണുന്നത്. വിശാലമായ പുതിയ പള്ളിയുടെ ഭാഗമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ നടുവിലാണ് പഴയ പള്ളിയുടെ ഭാഗം നിലനിർത്തിയിരിക്കുന്നത്. പള്ളിയിലെ കാർപ്പറ്റ് ക്ലീൻ ചെയ്യുന്നത് ഒരു മലപ്പുറം സ്വദേശിയാണ്. പള്ളിയുടെ ചുമരുകളിൽ അസ്മാഉൽ ഹുസ്ന ആലേഖനം ചെയ്തിട്ടുണ്ട് മരത്തടിയിൽ. وأزكى تحياتي
وتسليم وأزكى تحياتي على المصطفى المختار. പഴയ പള്ളിയുടെ സംരക്ഷിത ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. പള്ളിയുടെ പടിഞ്ഞാറ് വശം 3 മക്കാമുകളാണുള്ളത്. ഒന്ന് പരദേശിക്ക, മറ്റൊന്ന് മസ്താൻ വലിയുള്ള, പിന്നെയുള്ളത് സാദാത്യങ്ങളെ മക്ബറയാണ്. സാദാത്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒരു ബീവിയാണ്. മസ്താൻ വലിയുള്ളയും പരദേശിക്കയും പേരിൽ നിന്നും മറ്റും മനസ്സിലാവുന്നത് ഈ ദേശക്കാരല്ല എന്നുള്ളതാണ്. അവരിവിടെ വന്ന് കൂടി അവസാനം ഇവിടെ വഫാത്തായവരാണ്. ഏതായാലും അവർ മഹാന്മാർ തന്നെയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ അവർക്ക് പ്രത്യേക ബഹുമതി നൽകി ഇവിടെ ആദരിച്ചു കബറടക്കിയത്. ഇവിടെ അടുത്തു തന്നെയുള്ള തോട്ടുമുഖം സാദാത്യങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണ് ഇവിടെയുള്ള സദാത്ത് മക്കാമിൽ മറപ്പെട്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ ഏറ്റവും ലളിതമായിട്ടുള്ളത് പരദേശിക്കയുടെ കബറിടമാണ്. അത് തീരെ ഉയർത്തിയിട്ടു പോലുമില്ല. على المصطفى المختار في خير البرية. ഈ പള്ളിയോടനുബന്ധിച്ച് മദ്രസയുണ്ട്. അവിടെ ബഹുമാന്യരായ അത്തിപ്പറ്റ ഉസ്താദ് ജോലി ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് സാദാത്ത് മക്കാം. ഇവിടെ പ്രധാനപ്പെട്ടത് സയ്യിദത്ത് ബീവിയാണ്, വലിയ ബീവിയാണ്. അതുകൂടാതെ 6ഓളം പേര് വേറെയുമുണ്ട്. ഇവരെല്ലാം പെരുമ്പാവൂരിൻ്റെ ആത്മീയ ചൈതന്യത്തിന് വെളിച്ചം പകർന്നവരാണ്. على المصطفى المختار في خير البرية. صلاة وتسليم وأزكى تحياتي على المصطفى المختار في خير البرية. صلاة وتسليم